വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹി മദ്യ ഇടപാടിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും കുറ്റവിമുക്തർ. ഗൂഢാലോചനയോ കുറ്റം ചെയ്തതിന് തെളിവോ ഇല്ല എന്ന് കോടതി. യാതൊരു തെളിവുമില്ലാതെ രണ്ടുപേരെയും പ്രതിചേർത്തതിൽ CBIക്ക് വിമർശനം. പി ബസന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, ഇത് കുറ്റം ചുമത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് കോടതിയിൽ ഈ കേസിലെ പ്രതികളെ എല്ലാവരെയും തന്നെ വിളിച്ചു വരുത്തിയത്. പക്ഷേ അതിരൂക്ഷമായ വിമർശനമാണ് വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് CBIക്ക് നേരിടേണ്ടി വന്നത്. മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുൻ തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത അടക്കമുള്ളവരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധിയാണ് അല്പസമയം മുമ്പ് വിചാരണ കോടതി ജഡ്ജി പുറപ്പെടുവിച്ചത്. മാത്രമല്ല, രൂക്ഷ വിമർശനമാണ് CBIക്ക് നേരിടേണ്ടി വന്നത്. ഇവരെയൊക്കെ തന്നെ പ്രതി ചേർത്തതിന് യാതൊരുവിധ തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു സാക്ഷി മൊഴി പോലും നിങ്ങൾക്ക് ലഭിക്കാതെ എങ്ങനെയാണ് ഇരുവരെയും പ്രതി ചേർക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. ഏതായാലും വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ കേസിലെ എല്ലാവരെയും കുറ്റമുക്തരാക്കിക്കൊണ്ടുള്ള വിധി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിചാരണയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ തെളിവുകളുടെ അഭാവത്തിൽ ഇരുവരെയും, അതോടൊപ്പം തന്നെ കവിതയടക്കമുള്ളവരെയും ഒക്കെ തന്നെ വിട്ടയച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ വിചാരണ കോടതി ജഡ്ജി പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2022 മദ്യനയവുമായി ബന്ധപ്പെട്ട കേസാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയെ അധികാരത്തിലെത്തിച്ചത്. അഴിമതി വിരുദ്ധ മുഖവുമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധമായിട്ടാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മദ്യ ഇടപാടിനെ കൊണ്ടുവന്നത്. 9,500 കോടി രൂപ ഡൽഹി സർക്കാരിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മദ്യനയത്തിൽ 2002 ആം ആദ്മി സർക്കാർ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയത്. അതായത് ഡൽഹിയിലെ മദ്യക്കച്ചവടം പൂർണ്ണമായും സർക്കാരിൻ്റെ കീഴിലായിരുന്നത് മാറ്റി സ്വകാര്യ ഇടപാടുകാരെ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു വലിയ നടപടിയായിരുന്നു ഈ മദ്യനയം എന്ന് പറയുന്നത്. അതിൽ വലിയ തോതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു BJPയുടെ ഏറ്റവും വലിയ ആരോപണം. മാത്രമല്ല, തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളും അന്ന് MP-യുമായിരുന്ന കവിതയും ഈ കേസിൽ ഉൾപ്പെട്ടതോടുകൂടി ഈ കേസിൻ്റെ മാനം വലുതാകുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. വലിയ തോതിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിച്ചുവിട്ടത്. അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് പണം വാങ്ങി, മനീഷ് സിസോഡിയായിരുന്നു ഇതിന് ഇടനില നിന്നത് തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു ആരോപണങ്ങൾ ഉണ്ടായത്. പക്ഷേ ഏതായാലും മദ്യനയവുമായി ബന്ധപ്പെട്ട ആ ആരോപണം ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഡൽഹിയിൽ BJPക്ക് അധികാരത്തിലേറുന്നതിന് വഴി തുറക്കുന്ന ഒരു സംഭവമായി. പക്ഷേ ഇപ്പോൾ വിചാരണ കോടതി ഇന്ന് കുറ്റം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനിരിക്കവെയാണ് എല്ലാവരെയും വിട്ടയച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് മാത്രമല്ല, ഒരുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലെ അന്വേഷണവും നടക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ രൂക്ഷമായ ആരോപണങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു അന്ന് ആം ആദ്മി നേതൃത്വത്തിനെതിരെ അരവിന്ദ് കെജ്രിവാളിനും സിസോദിക്കെതിരെയും ഉൾപ്പെടെ അന്ന് ചുമത്തപ്പെട്ടിരുന്നത്. ഇപ്പോൾ മദ്യക്കമ്പനികൾക്ക് ഇളവ് നൽകി, പിഴ ഫീസുകളിൽ ഇളവ് നൽകി, കോവിഡ് മഹാമാരി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് ആനുകൂല്യങ്ങൾ നൽകി. ഇങ്ങനെ ലഭിച്ച കമ്മീഷൻ തുക, പണം, ഈ കമ്പനികളിൽ ലഭിച്ച പണം അത് അന്ന് 2022 നടന്ന ഗോവ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും കേട്ടാൽ വിശ്വസിക്കുന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണല്ലോ CBIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായും BJP നേതൃത്വത്തിന്റെ ഭാഗമായും ഒക്കെ അന്ന് ആരോപണങ്ങളായി ഉയർന്നു വന്നത്. ഇവയിലൊന്നും ഒരു കഴമ്പുമില്ല, സാക്ഷിമൊഴികൾ പോലും ഇല്ല എന്നതാണ്. പ്രാഥമികമായി ഇവരെ വിട്ടയച്ചുകൊണ്ടുള്ള ജഡ്ജിയുടെ പരാമർശങ്ങളിൽ അതിരൂക്ഷമായ വിമർശനം CBIക്ക് നേരിടേണ്ടി വന്നത് പ്രധാനമായും തെളിവുകളില്ലായിരുന്നു എന്നുള്ളതാണ്. യാതൊരുവിധ തെളിവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു സാക്ഷിമൊഴി പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള CBIയുടെ 1000 പേജോളം വരുന്ന ഈ കുറ്റപത്രത്തിലാകമാനം തന്നെ പിഴവുകൾ മാത്രം എന്നുള്ളതാണ് വിചാരണ കോടതി ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ലഭിച്ച, അല്ലെങ്കിൽ ഈ മദ്യനയ മാറ്റത്തിൽ നിന്നുള്ള ആ ഒരു ഇടപാടിൽ നിന്ന് ലഭിച്ചത് ഏകദേശം 1000 കോടി രൂപ എന്നായിരുന്നു അന്നത്തെ പ്രചാരണങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ട്